വായനയുടെ ലോകത്തിലേക്ക് ജസ്റ്റ് ചൂടെടുത്ത് വെച്ചവരാണോ നിങ്ങൾ? ഇതുവരെ ബുക്സ് ഒന്നും വായിച്ചിട്ടില്ല, എന്നാ പിന്നെ അതൊരു കൈ നോക്കിയാലോ എന്ന് വിചാരിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? ഇംഗ്ലീഷ് ബുക്സ് അധികം വായിക്കാത്ത ഒരു റീഡർ ആണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈസി റീഡ് ആയിട്ടുള്ള നല്ല ബുക്സ് കണ്ടുപിടിക്കുക എന്നതാണ് ബിഗിനർ റീഡേഴ്സ് ഫേസ് ചെയ്യാറുള്ള ഒരു പ്രോബ്ലം. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ 10 ബിഗിനർ ഫ്രണ്ട്ലി നോൺ ഫിക്ഷൻ ബുക്സ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ 10 ബുക്സിൽ 2 സെൽഫ് ഹെൽപ്പ്, 2 പ്രൊഡക്ടിവിറ്റി, 1 പാരന്റിംഗ്, 1 മെമ്മോയർ, 2 റിലേഷൻഷിപ്പ് റിലേറ്റഡ് ബുക്സ്, 2 ക്രിയേറ്റിവിറ്റി റിലേറ്റഡ് ബുക്സുമാണ് ഉള്ളത്. പലതരം ഓഡിയൻസ് ഈ വീഡിയോ കാണുന്നത് കൊണ്ട് അവർക്ക് എല്ലാവർക്കും പറ്റുന്ന പോലെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഡിഫറെന്റ് കാറ്റഗറീസിൽ നിന്നാണ് ഞാൻ ബുക്സ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓരോ കാറ്റഗറിയുടെയും ടൈം ലൈൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓൾസോ ഈ എല്ലാ ബുക്സിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ബുക്ക് നമ്പർ 1, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. നിങ്ങളൊരു അബ്സല്യൂട്ട് ബിഗിനർ ആണ്, സെൽഫ് ഹെൽപ്പ് ബുക്കാണ് വായിക്കാനായിട്ട് നോക്കുന്നതെങ്കിൽ ഇത് നല്ലൊരു ബുക്കാണ്. റോബിൻ ശർമ്മയാണ് ഈ ബുക്കിന്റെ ഓഥർ. ഇത് സെൽഫ് ഹെൽപ്പ് കാറ്റഗറിയിൽ വരുന്ന ഒരു ബുക്കാണ്. 101 ചാപ്റ്റേഴ്സിലൂടെ 101 ലൈഫ് ഇംപ്രൂവ്മെന്റ് ലെസൺസ് ആണ് ഈ ബുക്കിലുള്ളത്. 101 എന്ന് കേട്ടിട്ട് ആരും ഞെട്ടണ്ട. വളരെ ചെറിയ ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഓരോ ചാപ്റ്ററും 1-2 പേജസേ ഉണ്ടാവുള്ളൂ. നല്ലൊരു കുട്ടി ബുക്കാണിത്. പിന്നെ ഇത് ഓർഡറിൽ തന്നെ ഒറ്റയടിക്കിരുന്ന് വായിക്കണം എന്നൊന്നുമില്ല. റാൻഡം ആയിട്ടുള്ള ലെസൺസ് ആണ്. സോ വായനയിൽ അത്ര ഗ്രിപ്പ് ആയിട്ടില്ലെങ്കിൽ ഈ ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഏതെങ്കിലും ഒരു ചാപ്റ്റർ തുറന്ന് വേണമെങ്കിലും വായിക്കാവുന്നതാണ്. സ്റ്റിൽ യു വിൽ ലേൺ സംതിങ്. ഞാൻ ഇപ്പോഴും ടൈം ക്രഞ്ച് ഉള്ള ടൈമിൽ ഞാൻ ഓൾറെഡി വായിച്ചുകൊണ്ടിരുന്ന ബുക്ക് വായിക്കാനായിട്ട് സമയമില്ലെങ്കിൽ ഈ ബുക്ക് എടുത്തിട്ട് റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു ചാപ്റ്റർ ജസ്റ്റ് വായിക്കാറുണ്ട്. എസ്പെഷ്യലി മോർണിംഗ്സ്. നല്ലൊരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ലൈഫ് നയിക്കാനുള്ള ഒരുപാട് ടിപ്സ് ഈ ബുക്കിൽ ഓഥർ ഷെയർ ചെയ്തിട്ടുണ്ട്. നല്ല സിമ്പിൾ ആണ്. സോ ബിഗിനേഴ്സിന് ഈ ബുക്ക് വായിച്ചു തുടങ്ങാവുന്നതാണ്. ബുക്ക് നമ്പർ 2, ഇക്കിഗായ്. വൺ ഓഫ് മൈ ഫേവറേറ്റ് ബുക്കാണിത്. ജപ്പാനിലെ ഒക്കിനാവ എന്ന സ്ഥലത്ത് ഒരുപാട് പേരും 100 വയസ്സിന് മേലെ വരെ ജീവിക്കുന്നു. അതിന്റെ സീക്രട്ട് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഹെക്ടർ ഗ്രാസിയ ആൻഡ് ഫ്രാൻസിസ് മെറാലസ് നടത്തിയ പഠനങ്ങളും അവരുടെ കണ്ടെത്തലുകളുമാണ് ഇക്കിഗായ് എന്ന ബുക്കിലുള്ളത്. ഒക്കിനാവയിലെ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ, അവർ ഫോളോ ചെയ്തിരുന്ന ചിന്താഗതികൾ, ഇതെല്ലാം നല്ല ഈസി ആൻഡ് സിമ്പിൾ ആയിട്ട് തന്നെ ഓഥർ ഈ ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ബുക്കിൽ നല്ലൊരു ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് നയിക്കാനായിട്ട് നമ്മുടെ ഇക്കിഗായ് ഫോളോ ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇക്കിഗായ് എന്നാൽ മറ്റൊന്നുമല്ല, ദ റീസൺ ഫോർ ലിവിംഗ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് അതുവഴി സമ്പാദിക്കാനും പറ്റി മറ്റുള്ളവർക്ക് ഒരു സർവീസും നൽകാൻ പറ്റിയാൽ ലൈഫ് നല്ല ഫുൾഫിൽഡ് ആകും. എല്ലാവർക്കും ഇതുപോലൊരു ഇക്കിഗായ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. പക്ഷെ ഒരുപാട് പേരും അവരുടെ ഇക്കിഗായ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ ഇക്കിഗായ് കണ്ടുപിടിച്ച് അത് ഫോളോ ചെയ്യുക എന്നതാണ് മെയിൻ ആയിട്ട് ഈ ബുക്കിൽ നിന്ന് ഞാൻ പഠിച്ച പാഠം. ഇതും ഒരു ചെറിയ ബുക്കാണ്, ഈസി റീഡ് ആണ്, സെൽഫ് ഹെൽപ്പ് കാറ്റഗറിയിലാണ് വരുന്നത്. ബുക്ക് നമ്പർ 3, ഈറ്റ് ദാറ്റ് ഫ്രോഗ്. ഇതൊരു ടൈം മാനേജ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി കാറ്റഗറിയിൽ വരുന്ന ബുക്കാണ്. മിക്കപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് പല കാരണങ്ങളാൽ നാളെ ചെയ്യാം അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കാറുണ്ട്. ഈ മാറ്റിവെക്കുന്നതൊക്കെ ഹൈ വാല്യൂ ടാസ്ക്സ് ആണെങ്കിൽ നമ്മൾ ലൈഫിലൊന്നും അച്ചീവ് ചെയ്യാത്ത പോലെയും വിചാരിച്ച കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് പ്രൊഡക്ടിവിറ്റിയെയും ലൈഫ് ഹാപ്പിനെസിനെയും എല്ലാം അത് അഫക്ട് ചെയ്യുന്നു. ഈ പ്രോക്രാസ്റ്റിനേഷൻ ഒഴിവാക്കി പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള 21 വഴികളാണ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് എന്ന ബുക്കിലുള്ളത്. ഈ ബുക്ക് ഞാൻ ബിഗിനേഴ്സിന് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കാണ്. നല്ല ചെറുതാണ്, സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വായിക്കാനായിട്ട് പറ്റും. ഇതിലെ ടിപ്സ് ഒക്കെ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മോട്ടിവേഷൻ കിട്ടും. ഈ ബുക്കിന്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾസോ ഒരു ബോണസ് സജഷൻ ഉള്ളത്, ഇൻ കേസ് നിങ്ങൾ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫോർ സ്റ്റുഡൻസ് എന്ന ബുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫോർ സ്റ്റുഡൻസ് എന്ന ബുക്കിന്റെ ഒരു ഫുൾ ബുക്ക് സമറി ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈറ്റ് ദാറ്റ് ഫ്രോഗ് ആൻഡ് ഈറ്റ് ദാറ്റ് ഫ്രോഗ് ഫോർ സ്റ്റുഡൻസിന്റെ ഒരു കമ്പാരിസൺ റിവ്യൂ വീഡിയോ കൂടി ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഏത് ബുക്കാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ബുക്ക് നമ്പർ 4, അറ്റോമിക് ഹാബിറ്റ്സ്. ഈ ബുക്കിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഹാബിറ്റ് ഡെവലപ്മെന്റിനെ പറ്റിയ നല്ലൊരു ബുക്കാണിത്. ഇത് പ്രൊഡക്ടിവിറ്റി ബുക്കായിട്ടോ ഓർ സെൽഫ് ഹെൽപ്പ് ബുക്കായിട്ടോ ഒക്കെ പറയാവുന്നതാണ്. നല്ല ഫേമസ് ബുക്കാണ്. നമ്മൾ മിക്ക സമയത്ത് പുതിയ നല്ല ഹാബിറ്റ്സ് ഒക്കെ തുടങ്ങണം എന്നൊക്കെ വിചാരിക്കും. അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസമൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ വിട്ടിട്ട് പഴയ പോലെ ആകും. അതുപോലെ തന്നെ ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ഒക്കെ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഹാർഡ് ആയിട്ടുള്ള ഓരോ ചലഞ്ചസ് ഒക്കെ ചെയ്തു തുടങ്ങും. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ശങ്കരൻ പിന്നെയും തെങ്ങിൽമേൽ തന്നെ എന്ന് പറയും പോലെ തിരിച്ച് ബാഡ് ഹാബിറ്റ്സിലോട്ട് പോകുന്നു. എന്താണ് ഇങ്ങനെ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല ഹാബിറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും ബാഡ് ഹാബിറ്റ്സ് ഒഴിവാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലെ ഒരു വണ്ടർഫുൾ ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ജെയിംസ് ക്ലിയർ ആണ് ഈ ബുക്കിന്റെ ഓഥർ. നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ചുറ്റുപാടുമെല്ലാം നമ്മുടെ ഹാബിറ്റ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, 4 റൂൾസ് അപ്ലൈ ചെയ്ത് ഒരു ഹാബിറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നുമെല്ലാമാണ് ഓഥർ ഈ ബുക്കിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതുവരെ ഞാൻ സജസ്റ്റ് ചെയ്ത ബുക്സിനെ പോലെ ഇതൊരു ചെറിയ ബുക്കല്ല, ഒരു മീഡിയം സൈസ്ഡ് ബുക്കാണ്. പക്ഷെ റൈറ്റിംഗ് അത്ര ഹാർഡ് അല്ല, ഈസി ആയിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ബിഗിനേഴ്സ് ഒരു കാര്യം മനസ്സിൽ വെക്കാനുള്ളത്, ഇത് ഇത്തിരി വലിയ ബുക്ക് ആയതുകൊണ്ട് കുറച്ച് ദിവസം എടുത്തേ വായിച്ച് തീർക്കാനായിട്ട് പറ്റുള്ളൂ. ബട്ട് ദാറ്റ്സ് ഓക്കെ. ഇതിലൂടെ ലഭിക്കുന്ന വിലപ്പെട്ട പാഠങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിയേക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വായിച്ചു തുടങ്ങുക. ഇനി ഇതൊന്നും വേണ്ട, എനിക്ക് തുടക്കത്തിൽ
ജീവിതത്തിൽ നല്ല ഷോർട്ട് ബുക്ക് മാത്രം മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഈ ബുക്ക് നിങ്ങളുടെ TBRലെങ്കിലും ആഡ് ചെയ്തിടുക. നമ്പർ 5, ഹൗ ടു ടോക്ക് സോ കിഡ്സ് വിൽ ലിസൺ ആൻഡ് ലിസൺ സോ കിഡ്സ് വിൽ ടോക്ക്. പാരന്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്താൽ കൊള്ളാം, ഏത് പാരന്റിംഗ് ബുക്കാണ് നല്ലത് എന്ന് നോക്കുന്നവർക്ക് സ്യൂട്ട് ആകുന്ന നല്ലൊരു പാരന്റിംഗ് ബുക്കാണിത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള പാരന്റ്സ് ആരെങ്കിലും എന്നോട് നല്ലൊരു പാരന്റിംഗ് ബുക്ക് സജസ്റ്റ് ചെയ്യോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് എന്റെ മൈൻഡിൽ വരുന്ന ഒരു ബുക്കാണിത്. ഓൾസോ നിങ്ങൾക്ക് ഒരുപാട് പാരന്റിംഗ് ബുക്സ് ഒന്നും വായിക്കാനൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല, ജസ്റ്റ് ഒരു ബുക്ക് മാത്രം വായിച്ചാൽ മതിയെങ്കിൽ ദിസ് ഇസ് ദ വൺ മസ്റ്റ് റീഡ് പാരന്റിംഗ് ബുക്ക്. നല്ല സിമ്പിൾ ആയിട്ടാണ് റൈറ്റിംഗ്. ഓൾസോ ഇതിൽ നല്ല കാർട്ടൂൺസ് ഒക്കെ വരച്ചിട്ട് നോർമലി ഒരു പാരന്റും ചൈൽഡും തമ്മിലുള്ള കോൺവെർസേഷൻ ഇങ്ങനെ ആയിരിക്കും, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇങ്ങനെ പറഞ്ഞു നോക്കൂ, അപ്പോൾ കുട്ടികളുടെ ഫീലിംഗ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ നല്ല പിക്ടോറിയൽ റെപ്രസെന്റേഷനിലും കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ഈ ബുക്കിൽ കുട്ടികളുടെ ഫീലിംഗ്സ് എങ്ങനെയാണ് അക്നോളജ് ചെയ്യുന്നത്, ഡേ ടു ഡേ ലൈഫിൽ എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് എങ്ങനെ കുട്ടികളെ ഇമോഷണലി അഫക്ട് ചെയ്യാതെ ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ബുക്കിൽ പിന്നെ ഒരുപാട് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കാറുണ്ടല്ലോ എന്നൊക്കെ തോന്നും. ബേസിക്കലി ഈ ബുക്കിന്റെ ടൈറ്റിലിൽ പറയുന്ന പോലെ കുട്ടികളുടെ അടുത്ത് എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അവർ കേൾക്കും, അതുപോലെ എങ്ങനെ ഒരു ഗുഡ് ലിസണർ ആകാം, സോ ദാറ്റ് കുട്ടികളെ പാരന്റ്സിനോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കും എന്നൊക്കെയാണ് ഈ ബുക്കിൽ ഉള്ളത്. ബിഗിനർ റീഡേഴ്സിന് മാത്രമല്ല പാരന്റിംഗ് ബുക്ക് സജഷൻ നോക്കുന്ന എല്ലാവർക്കും ഈ ബുക്ക് വായിക്കാവുന്നതാണ്. ഇനി കുറച്ച് ബോണസ് സജഷൻസ് കൂടി തരാം. ഈ ബുക്ക് വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഇതേ ഓതേഴ്സിന്റെ തന്നെ സിബ്ലിംഗ്സ് വിത്തൗട്ട് റൈവൽറി, ഹൗ ടു ടോക്ക് സോ ടീൻസ് വിൽ ലിസൺ ആൻഡ് ലിസൺ സോ ടീൻസ് വിൽ ടോക്ക്. ഓൾസോ ഈ ഓതറിന്റെ മകൾ എഴുതിയ ഹൗ ടു ടോക്ക് സോ ലിറ്റിൽ കിഡ്സ് വിൽ ലിസൺ, ഹൗ ടു ടോക്ക് വെൻ കിഡ്സ് വോണ്ട് ലിസൺ എന്നുള്ള ബുക്സും നല്ലതാണ്. പല കാറ്റഗറിയിലെ കുട്ടികളുള്ള പാരന്റ്സിന് യൂസ് ചെയ്യാവുന്നതാണ്. ബുക്ക് നമ്പർ 6, വെൻ ബ്രെത്ത് ബിക്കംസ് എയർ. നല്ലൊരു ഇൻസ്പയറിംഗ് മെമ്മോയർ വായിച്ച് റീഡിംഗ് ജേർണി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാവുന്ന സിമ്പിൾ ഇമോഷണൽ ആൻഡ് ഇൻസ്പയറിംഗ് മെമ്മോയർ ആണ് വെൻ ബ്രെത്ത് ബിക്കംസ് എയർ. ഇത് പോൾ കലാനിധി എന്ന ന്യൂറോ സർജന്റെ മെമ്മോയർ ആണ്. വർഷങ്ങളെടുത്തുള്ള മെഡിക്കൽ പഠനം കഴിഞ്ഞ് ഇൻസിഡൻസി ചെയ്ത് ന്യൂറോ സർജൻ ആയിട്ട് ഹോസ്പിറ്റലിൽ ജോലി തുടങ്ങി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് പോൾ കലാനിധി താൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് അറിയുന്നത്. താൻ ന്യൂറോ സർജനായി ജോലി ചെയ്തിരുന്ന അതേ ഹോസ്പിറ്റലിൽ തന്നെ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ട് അഡ്മിറ്റ് ആകേണ്ടി വന്ന ജീവിത കഥയാണ് പോൾ കലാനിധി ഈ ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. മരണം അടുത്താണ് എന്ന് അറിഞ്ഞിട്ടും അതിൽ തളരാതെ താൻ ജീവിക്കുന്ന കാലം അത്രയും താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ന്യൂറോ സർജനായിട്ട് തനിക്ക് അധികകാലം തുടരാൻ പറ്റിയില്ലെങ്കിലും ഒരു ഓതർ ആകണമെന്ന തന്റെ മറ്റൊരു ആഗ്രഹമാണ് ഈ ബുക്കിലൂടെ പോൾ കലാനിധി നേടിയെടുത്തത്. ഇത് ശരിക്കും ഒരു ഇൻസ്പയറിംഗ് ആൻഡ് ഇമോഷണൽ മെമ്മോയർ ആണ്. ബുക്ക് നമ്പർ 7, ഷോ യുവർ വർക്ക്. ഇത് വളരെ ചെറിയൊരു ബുക്കാണ്, സിമ്പിൾ ഇംഗ്ലീഷ് ആണ്. ഇതിനിടയിലൊക്കെ ഒരുപാട് പിക്ടോറിയൽ റെപ്രസെന്റേഷൻസ് എല്ലാം ഉണ്ട്. ബിഗിനേഴ്സിന് നല്ല ഈസി ആയിട്ട് തന്നെ വായിച്ച് ഇതിലെ കണ്ടന്റ്സ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി എന്ത് കണ്ടന്റ് ആണ് ഈ ബുക്കിലുള്ളത് എന്ന് നോക്കാം. ഇൻ കേസ് നിങ്ങൾ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഓൺലൈൻ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട്, ഓൾസോ നിങ്ങളുടെ വർക്ക് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് അത് ആവശ്യമാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ബുക്ക് വായിക്കുക. നമ്മൾ ഓൺലൈനിൽ നമ്മുടെ വർക്ക് ഓർ ഐഡിയ ഒക്കെ ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ അതിനെ പിന്നിൽ നിന്ന് വലിക്കുന്ന നമ്മുടേതായിട്ടുള്ള കുറെ തോട്ട്സ് ഉണ്ട്. എന്റെ വർക്കൊക്കെ ആരെങ്കിലും കാണുവോ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മാത്രം ഇത് അത്ര ക്വാളിറ്റി വർക്ക് ഒന്നും അല്ലല്ലോ, കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ട് ഷെയർ ചെയ്താൽ മതിയോ, എന്റെ ഐഡിയാസ് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യോ, എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് പറയുവോ, അങ്ങനെ കുറെ തോട്ട്സ്. ഇങ്ങനെയുള്ള കുറെ സെൽഫ് ഡൗട്ട്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ വർക്ക് അത് എത്ര തന്നെ ചെറുതാണെങ്കിലും മടി പിടിക്കാതെ ഷെയർ ചെയ്ത് തുടങ്ങുക എന്ന കാര്യമാണ് ഈ ബുക്കിൽ മെയിൻ ആയിട്ടുള്ളത്. ഈ ബുക്കിന്റെ ഒരു സമ്മറി വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് തന്നെ വായിക്കാൻ പറ്റുന്ന നല്ലൊരു ബുക്കാണിത്. ബുക്ക് നമ്പർ 8, സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ്. ഈ ബുക്കും ഷോ യുവർ വർക്ക് എന്ന ബുക്കും സെയിം ഓതറിന്റേതാണ്. അതുകൊണ്ട് ബുക്കിന്റെ ഫോർമാറ്റ്, വേ ഓഫ് റൈറ്റിംഗ്, പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ഇതെല്ലാം ഈ രണ്ട് ബുക്കിലും സിമിലർ ആയിരിക്കും. ഷോ യുവർ വർക്ക് എന്ന ബുക്ക് മടി പിടിക്കാതെ നമ്മുടെ വർക്കൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നിട്ട് റെക്കഗ്നൈസ് ചെയ്യുക എന്നതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ സ്റ്റീൽ ലൈക്ക് ആൻ ആർട്ടിസ്റ്റ് എങ്ങനെ മറ്റുള്ളവരുടെ വർക്കിൽ നിന്നും ഐഡിയാസ്, തോട്ട്സ് ഒക്കെ ഇൻസ്പയർ ചെയ്തെടുക്കാം, എന്നിട്ട് അതിൽ നമ്മുടെ യൂണിക് ടാലന്റ് എന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്ത് പുതിയ പ്രോഡക്റ്റ് ഓർ ഐഡിയാസ് ഒക്കെ എങ്ങനെ കൊണ്ടുവരാം എന്നതാണ്. ക്രിയേറ്റീവ് ഫീൽഡിലുള്ളവർക്ക് ഈ രണ്ട് ബുക്സും നല്ല യൂസ്ഫുൾ ആയിരിക്കും. സാധാരണ ഒരു വർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരുപാട് പേരും നല്ല സമയം എടുക്കുന്നതിനുള്ള ഒരു കാരണം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐഡിയ ഇല്ല, ഒറിജിനൽ യൂണിക് ഐഡിയ ഇല്ല എന്നൊക്കെ വിചാരിക്കുന്നതാണ്. ഈ ബുക്കിൽ ഓതർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ഐഡിയ എന്നൊരു സംഭവം ഇല്ല. ഏതൊരു ഐഡിയ ഓർ വർക്കും മറ്റേതെങ്കിലും ഓർ മറ്റാരുടെയെങ്കിലും ഒക്കെ വർക്കിൽ നിന്ന് ഇൻസ്പയർ ചെയ്തതായിരിക്കും. സോ സ്റ്റീൽ ഫ്രം അതേഴ്സ് ആൻഡ് ആഡ് യുവർ യൂണിക്നെസ് ടു ഇറ്റ്. ഈ ബുക്കിന്റെയും ഒരു സമ്മറി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബുക്ക് നമ്പർ 9, 5 ലവ് ലാംഗ്വേജസ്. യൂഷ്വലി നോൺ ഫിക്ഷൻ ബുക്സ് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മിക്കവരും സെൽഫ് ഹെൽപ്പ് ഓർ ടൈം മാനേജ്മെന്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി റിലേറ്റഡ് ബുക്സ് ആണ് ചൂസ് ചെയ്യുന്നത്. പാരന്റിംഗ് ബുക്സ് കുറച്ചുപേരൊക്കെ വായിച്ചു തുടങ്ങുന്നുണ്ട്, പക്ഷേ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ബുക്സ് വായിക്കുന്നത് കുറവാണ്. ഇതൊക്കെ ഇപ്പൊ എന്താ വായിക്കാനായിട്ടുള്ളത്, എന്റെ വീട്ടില് ലൈഫ് പാർട്ണറുമായിട്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതൊക്കെയാണല്ലോ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ആക്ച്വലി ലൈഫ് പാർട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യുന്നത് നിങ്ങളെ ലൈഫിലെ മറ്റു മേഖലകളിലും വർക്ക് ലൈഫിലും എല്ലാം ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട്
ഇൻഡയറക്റ്റ് ആയിട്ട് സഹായിക്കുന്നു. പക്ഷെ ഈ ഒരു കാര്യം നമ്മൾ അത് അത്ര തിരിച്ചറിയാറില്ല. 5 ലവ് ലാംഗ്വേജസ് എന്ന ബുക്ക് ലൈഫ് പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നല്ല ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഈ ബുക്കിന്റെ ഓഥർ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മനുഷ്യനും ലവ് എക്സ്പ്രസ് ചെയ്യുന്നതും ലവ് എക്സ്പെക്ട് ചെയ്യുന്നതുമെല്ലാം 5 വ്യത്യസ്തമായ ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ്. തന്റെ പാർട്ട്ണർ എക്സ്പെക്ട് ചെയ്യുന്ന ലാംഗ്വേജിൽ ലവ് എക്സ്പ്രസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മറ്റെന്തൊക്കെ ചെയ്താലും ആൾക്ക് സ്നേഹം കിട്ടാത്ത പോലെ തന്നെ തോന്നും. സോ പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് നല്ലപോലെ ഇംപ്രൂവ് ആകുമെന്നാണ് ഓഥർ പറയുന്നത്. സോ എന്തൊക്കെയാണ് ഈ 5 ലവ് ലാംഗ്വേജസ് എന്ന് നോക്കാം. നമ്പർ 1 വേർഡ്സ് ഓഫ് അഫർമേഷൻ, നമ്പർ 2 ക്വാളിറ്റി ടൈം, നമ്പർ 3 റിസീവിംഗ് ഗിഫ്റ്റ്സ്, നമ്പർ 4 ആക്ട്സ് ഓഫ് സർവീസ്, നമ്പർ 5 ഫിസിക്കൽ ടച്ച്. ഫോർ എക്സാമ്പിൾ, അതായത് ഇൻ കേസ് നിങ്ങളുടെ പാർട്ട്ണറിന്റെ ലവ് ലാംഗ്വേജ് ക്വാളിറ്റി ടൈം ആണെങ്കിൽ അത് മനസ്സിലാക്കാതെ ക്വാളിറ്റി ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതിന് പകരം സ്നേഹം കാണിക്കാനായിട്ട് ഒരുപാട് ഗിഫ്റ്റ്സ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പാർട്ട്ണർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. ഇപ്പൊ ഒരു ചെറിയ ഐഡിയ കിട്ടി കാണുമല്ലോ. ബാക്കിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് 5 ലവ് ലാംഗ്വേജസ് എന്ന ബുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ബുക്ക് നമ്പർ 10 13 തിങ്സ് മെന്റലി സ്ട്രോങ് കപ്പിൾസ് ഡോണ്ട് ഡു. എന്റെ ചാനൽ കുറച്ചായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അറിഞ്ഞു കാണും. ലാസ്റ്റ് വാലന്റൈൻസ് ഡേക്ക് ഞാൻ ലവ് മാരത്തോൺ എന്ന ഒരു സീരീസ് പബ്ലിഷ് ചെയ്തിരുന്നു. അതിലെ ഓരോ എപ്പിസോഡിലും ഈ ബുക്കിൽ പറഞ്ഞ ഓരോ ചാപ്റ്ററിലെ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തിരുന്നത്. അതിന് പുറമെ ഇതിന്റെ ഒരു സമ്മറി വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ അത് ചെക്ക് ചെയ്യാവുന്നതാണ്. 13 തിങ്സ് മെന്റലി സ്ട്രോങ് കപ്പിൾസ് ഡോണ്ട് ഡു എന്ന ബുക്കിൽ എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പേഴ്സണൽ ലൈഫ് ഒന്ന് നോക്കിയാൽ നമ്മുടെ ലൈഫ് പാർട്ണറുമായിട്ടുള്ള ഡേ ടു ഡേ ലൈഫിലെ കുറെ കാര്യങ്ങളൊക്കെ ട്രഡീഷണലി ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും ഫോളോ ചെയ്തിരുന്നത്. സോ ഞങ്ങളും അതൊക്കെ ഫോളോ ചെയ്യുന്നു എന്ന രീതിയിലാണ് ഒരുപാട് പേരും ജീവിക്കുന്നത്. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡ് ഒരേ ദേഷ്യക്കാരനാണ്, എന്റെ വൈഫ് തീരെ സപ്പോർട്ടീവ് അല്ല, എന്ത് ചെയ്യാനാ വേറെ വഴിയൊന്നും ഇല്ല, ലൈഫ് ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നു എന്ന് പറയുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരു ഓക്കേഷ് റിലേഷൻഷിപ്പിനെ ഒരു വാവ് റിലേഷൻഷിപ്പ് ആക്കി മാറ്റാനായിട്ട് ചെയ്യാൻ പാടില്ലാത്ത 13 കാര്യങ്ങളാണ് ഈ ബുക്കിലുള്ളത്. എന്റെ ഹസ്ബൻഡ് ദേഷ്യക്കാരനാണെങ്കിലും എന്തുകൊണ്ടാണ് ആളിങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്റെ വിധി എന്ന് പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്ത് എല്ലാം സഹിച്ച് ജീവിക്കണോ, ഓർ ഹസ്ബൻഡുമായിട്ട് ഇതിനെക്കുറിച്ച് എങ്ങനെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്താം, എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, എന്തൊക്കെ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ പാർട്ട്ണറുമായിട്ട് ഡിസ്കസ് ചെയ്യണം, അതൊക്കെ ചെയ്ത് റിലേഷൻഷിപ്പ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നതാണ് ഈ ബുക്കിലുള്ളത്. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലുള്ള 13 കാര്യങ്ങളാണ് ഈ ബുക്കിൽ ഓരോ ചാപ്റ്ററിലായിട്ട് ഓഥർ ഷെയർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ചിലപ്പോൾ അത്ര കാര്യമാക്കാതെ ഇഗ്നോർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ റിലേഷൻഷിപ്പിനെ വഷളാക്കുന്നത്. സോ അതെന്താണെന്ന് മനസ്സിലാക്കി കറക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരും. ഈ ബുക്കും നല്ല ഈസി ആയിട്ട് തന്നെ വായിക്കാൻ പറ്റും. ഒരുപാട് ചെറിയ ബുക്കല്ല, പക്ഷേ കുറച്ചായിട്ട് വായിക്കാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച 10 ബിഗിനർ ഫ്രണ്ട്ലി നോൺ ഫിക്ഷൻ ബുക്സ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.